Good afternoon. Good afternoon. Sound കേൾക്കുന്നില്ല. Good afternoon, ma'am. Good afternoon, miss. Good afternoon, miss. Good afternoon. Good afternoon, miss. എല്ലാവർക്കും good afternoon. ഒരു സെക്കൻഡ് കേട്ടോ, PDF ഷെയർ ആവുന്നില്ല, ഒന്ന് നോക്കട്ടെ. ഫസ്റ്റ് ക്ലാസ്സും അങ്ങനെ തന്നെയായിരുന്നു. പകുതി സ്ക്രീൻ പോയി. നോക്കട്ടെ കേട്ടോ. സ്ക്രീനിൽ കാണാൻ പറ്റുന്നുണ്ടോ? PDF കാണാൻ പറ്റുന്നുണ്ടോ? കഴിഞ്ഞ ക്ലാസ്സിലെ മോക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്തായിരുന്നോ? കൺഫ്യൂഷൻ ഒന്നുമില്ലല്ലോ, എല്ലാവർക്കും കിട്ടുന്നില്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ് തുടങ്ങാം അല്ലേ? മൈക്ക് ഓഫ് ആക്കാണ് കേട്ടോ. മൊഡ്യൂൾ 1 ആണ് കേട്ടോ. മൊഡ്യൂൾ 1 ചാപ്റ്റർ 9 ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് അതാണ് എടുക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഓറിയന്റ് പേഷ്യന്റ് ആയിരുന്നു പറഞ്ഞത് അല്ലെ? ഓറിയന്റ് പേഷ്യന്റിൽ വിസിറ്റിംഗ് അവേഴ്സ് വരെ എടുത്തു തോന്നുന്നു അല്ലെ?
ആ പോയിന്റ് ആണോ പറഞ്ഞു നിർത്തിയത്? വിസിറ്റിംഗ് അവേഴ്സ്. ഓക്കെ, നെക്സ്റ്റ് ഡയറ്റ് ആണ് കേട്ടോ. മീൽ ടൈം ആണ്. ആഹാരത്തിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? വിസിറ്റിംഗ് അവേഴ്സ് പറഞ്ഞില്ലേ? അപ്പോ മീൽ ടൈം ആണോ പറഞ്ഞു നിർത്തിയത്? ഓക്കെ, അപ്പൊ നമുക്ക് വിസിറ്റിംഗ് അവേഴ്സ് നോക്കാം. വിസിറ്റിംഗ് അവേഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, അതായത് രോഗി അഡ്മിറ്റ് ആകുന്ന സമയത്ത് നഴ്സുമാര് പറഞ്ഞു കൊടുക്കാറുണ്ട്. അതായത് റിലേറ്റീവ്സ് ഒക്കെ വരുവാണെങ്കിൽ ഇത്ര സമയം മുതൽ എത്ര സമയം വരെയാണ് ഇവിടെ അലൗ ചെയ്യാന്നുള്ള കാര്യം അല്ലെ? എല്ലാ സമയത്തും നമുക്ക് കയറി ചെല്ലാൻ പറ്റുമോ രോഗിയുടെ സ്ഥലത്തേക്ക്, അല്ലെങ്കിൽ രോഗിയുടെ റൂമിലേക്കോ വാർഡിലേക്കോ നമുക്ക് എല്ലാപ്പോഴും കയറി ചെല്ലാനായിട്ട് സാധിക്കുമോ? സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ടൈം പീരീഡ് കൊടുത്തിട്ടുണ്ടാവും അല്ലെ? നമുക്കറിയാം, ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് സെക്യൂരിറ്റി ഒക്കെ നിൽക്കുന്ന ഒരു ഏരിയയിലാണെങ്കിൽ അവിടെ ബോർഡ് ഒട്ടിച്ചിട്ടുണ്ടാവും വോളില് അല്ലെ? സന്ദർശക സമയം എന്നും പറഞ്ഞ് അല്ലെ? 4 മണി തുടങ്ങി 8 മണി വരെ, വൈകുന്നേരം രാവിലെ ആണെങ്കിൽ 10 മണി തുടങ്ങി 1 മണി വരെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വിസിറ്റിംഗ് അവേഴ്സ് കൊടുത്തിട്ടുണ്ടാവും അല്ലെ? അപ്പൊ ഈ വിവരം എന്ത് ചെയ്തിരിക്കണം? രോഗിയെ അറിയിച്ചിരിക്കണം. ഓക്കെ, അപ്പൊ അതിനനുസരിച്ച് റിലേറ്റീവ്സ് വന്നു പോവുകയാണെങ്കിൽ ആ ഒരു സമയത്ത്, അല്ലെങ്കിൽ റിലേറ്റീവ്സ് വന്ന് വെറുതെ പോകുമ്പോൾ അവർക്കൊരു ഇതാവുമല്ലോ. അതുകൊണ്ട് എന്ത് ചെയ്യരുത്? കൃത്യമായിട്ട് നേഴ്സാണ് എന്ത് ചെയ്യേണ്ടത്? രോഗിയെ ഓറിയന്റ് ചെയ്യേണ്ടത്. വിസിറ്റിംഗ് സമയം ഇപ്പോഴാണ്, ഈ സമയത്ത് മാത്രമേ റിലേറ്റീവിനോട് വരാനായിട്ട് പറയൂ എന്ന് നേഴ്സ് ബോധ്യപ്പെടുത്തിയിരിക്കണം. ദെൻ ഡയറ്റ്, അതായത് ആഹാരക്രമം. ഓക്കെ, മീൽ ടൈം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന സമയത്ത് അതായത് രാവിലെ, ഉച്ചയ്ക്ക്, വൈകുന്നേരം അങ്ങനെ ഓരോ സമയം ഉണ്ടാവും അല്ലെ? അപ്പൊ സ്പെസിഫിക് ആയിട്ടൊരു ടൈം കൊടുത്തിട്ടുണ്ടാവും, ഇത്ര മണിക്കാണ് ആഹാരം കഴിക്കേണ്ടത് എന്നല്ലേ? അതുപോലെ കൂടാതെ ഡയറ്റ് ഉണ്ടാവും. അതായത് ചില പേഷ്യൻസിന്, ഇപ്പൊ ഡയബറ്റിക് പേഷ്യൻസിനൊക്കെ എല്ലാ ആഹാരവും ചിലപ്പോൾ കഴിക്കാൻ പറ്റിയെന്ന് വരില്ല അല്ലെ? ചിലപ്പോൾ ചോറ് ഒഴിവാക്കേണ്ട വരും, മധുരം ഒഴിവാക്കേണ്ട വരും അല്ലെ? അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യേണ്ട വരും? അവോയ്ഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോ സ്പെസിഫിക് ആയിട്ടുള്ള പേഷ്യൻസിന് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ചില ആഹാരക്രമങ്ങൾ കൊടുക്കാറുണ്ട്. അത് നേഴ്സാണ് എന്ത് ചെയ്യേണ്ടത്? രോഗിയെ ബോധിപ്പിക്കേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് വൺ, സേഫ്റ്റി മെഷേഴ്സ്, സൈഡ് റെയിൽസ്. എന്താണ് ഈ സൈഡ് റെയിൽസ്? ഇതൊരു സേഫ്റ്റി മെഷറാണ്. കണ്ടിട്ടുണ്ടാവുമല്ലോ നിങ്ങള്. എവിടെയുള്ളത് സൈഡ് റെയിൽസ്? ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റില് രോഗിയുടെ എന്തിലാ ഉള്ളത് സൈഡ് റെയിൽസ്? ബെഡിലാണ് അല്ലെ? യെസ്, ബെഡിലാണ് കേട്ടോ. അപ്പൊ സൈഡ് റെയിൽസ് എന്ന് പറഞ്ഞാല് സേഫ്റ്റി ബാരിയേഴ്സ് അറ്റാച്ച്ഡ് ടു ദ സൈഡ് ഓഫ് ദ ബെഡ്. അതായത് ഒരു സേഫ്റ്റി ബാരിയർ ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. നമ്മുടെ ബെഡിന്റെ അറ്റത്തായിട്ട് അല്ലെങ്കിൽ 2 സൈഡിലായിട്ടൊക്കെ എന്ത് ചെയ്യാറുണ്ട്? ഈ സൈഡ് റെയിൽസ് അറ്റാച്ച് ചെയ്യാറുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? രോഗിയുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്, പേഷ്യന്റ് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്. പ്രത്യേകിച്ച് നമ്മൾക്കറിയാം, നമ്മള് ഈ ചിൽഡ്രൻസ് വാർഡിലൊക്കെ ഉണ്ടല്ലോ. ഓക്കെ, കുട്ടികളുടെ വാർഡിലൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ എല്ലാ ബെഡിലും ഇത് ഉണ്ടാകും. കണ്ടിട്ടുണ്ടോ സൈഡ് റെയിൽസ്? പ്രത്യേകിച്ചും കുട്ടികളുടെ വാർഡില്. എന്തിനാണത്? വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ? എല്ലാ ബെഡുകളിലും ഉണ്ടാവാറുണ്ട്. ഞാൻ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു തന്നേ ഉള്ളൂ, പെട്ടെന്ന് പിടികിട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ രോഗി വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ രോഗിക്ക് പേഷ്യന്റിന് സപ്പോർട്ട് കൊടുക്കുന്നതാണ്. അതായത് പേഷ്യന്റ് മൂവ് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ പേഷ്യന്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്തും ഒക്കെ പേഷ്യന്റിന് സപ്പോർട്ട് കൊടുക്കുന്നത് എന്താണ്? ഈ സൈഡ് റെയിൽസ് ആണ് കേട്ടോ. അപ്പൊ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ, സൈഡ് റെയിൽസ് എന്താണെന്ന്. Safety barriers, safety barriers attached to the side of beds.
എഴുതിയോ? സേഫ്റ്റി ബാരിയേഴ്സ് അറ്റാച്ച്ഡ് ടു ദ സൈഡ് ഓഫ് ബെഡ്സ്. സൈഡ് ഓഫ് ബെഡ്സ്, BEDS. Safety barriers attached to the side of beds. Attached to the side of beds. Okay. Then next point, time for doctor's visit. അതായത് നേഴ്സ് ഓറിയന്റ് ചെയ്യേണ്ട മറ്റൊരു കാര്യമാണെന്ത്? ഡോക്ടർമാരുടെ വിസിറ്റിംഗ് ടൈം എപ്പോഴാണെന്നുള്ളത്. ഡോക്ടർ റൗണ്ട്സിന് വരുന്ന സമയം എപ്പോഴാണെന്ന് രോഗിയെ ധരിപ്പിക്കണം. കാരണം അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ ചിലപ്പോൾ പേഷ്യന്റ് അവിടെ ഉണ്ടാകണം എന്നില്ല. ചിലപ്പോൾ പേഷ്യന്റ് ചിലപ്പോൾ പുറത്തേക്കൊക്കെ നീങ്ങാനുള്ള സാധ്യത കൂടുതലാണ്, അല്ലെ? ഓക്കെ, അപ്പോ ഡോക്ടർ വരുന്ന സമയം ഏകദേശം ഒന്ന് പറഞ്ഞു കഴിഞ്ഞാല് പേഷ്യന്റ് ആ റൂമിൽ അല്ലെങ്കിൽ ആ വാർഡിൽ തന്നെ ഉണ്ടാകും. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമല്ലേ ഇത്? ഇൻപേഷ്യന്റ് ആയിട്ടുള്ള ആളുകൾക്ക് അറിയാൻ പറ്റും, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുള്ള ആളുകൾക്ക് അറിയാൻ പറ്റും. നേഴ്സ് വന്ന് പറയും ഇത്ര മണിയോട് കൂടിയായിരിക്കും ഡോക്ടർ വരിക എന്നുള്ളത്, അല്ലെ? അപ്പൊ നമ്മൾ അവിടെ നിന്ന് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ പുറത്തേക്കൊന്നും പോകുന്നില്ല, എന്നാലും അവിടെ നിന്ന് മാറിക്കഴിഞ്ഞാൽ ചിലപ്പോ ഡോക്ടർക്ക് നമ്മളെ കാണാനായിട്ട് പറ്റിയെന്ന് വരില്ല. ഓക്കെ, അപ്പൊ ഡോക്ടേഴ്സിന്റെ വിസിറ്റിംഗ് ടൈം എപ്പോഴാണെന്ന് നേഴ്സ് എന്ത് ചെയ്തിരിക്കണം? പേഷ്യന്റിനെ ധരിപ്പിച്ചിട്ടുണ്ടായിരിക്കണം. Then what tests are scheduled? ഇനി എന്തൊക്കെ ടെസ്റ്റുകളാണ് ഈ പേഷ്യന്റിന് വേണ്ടി കൊടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ ചെയ്യാൻ എന്തൊക്കെ ടെസ്റ്റുകളാണ് ഉള്ളതെന്ന്. ചിലപ്പോ ഡയബറ്റിക് പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ രാവിലെ ഏർലി മോർണിംഗ് ഒക്കെ ഷുഗർ നോക്കേണ്ടതായിട്ട് വരും, അല്ലെ? ബ്ലഡ് എടുക്കേണ്ടതായിട്ട് വരും, അല്ലെ? അതായത് ആഹാരത്തിന് മുമ്പ് ഏർലി മോർണിംഗ് ബ്ലഡ് എടുക്കണം, then ആഹാരത്തിന് ശേഷം ഇത്ര മണിക്കൂർ കഴിഞ്ഞ് ബ്ലഡ് എടുക്കണം, അല്ലെ? അങ്ങനെ ഉണ്ടാവണം. അപ്പൊ ചില ടെസ്റ്റുകള് ചില പേഷ്യൻസിന്, പിന്നെ യൂറിൻ എടുക്കുകയാണെങ്കിൽ അങ്ങനെ യൂറിൻ എടുത്തിട്ട് ടെസ്റ്റ് ചെയ്യാനൊക്കെ കൊടുക്കാറുണ്ട് ചില കേസിലൊക്കെ. അപ്പൊ ടെസ്റ്റുകള് ഡോക്ടേഴ്സ് സജസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡിസ്ചാർജ് ആകുന്നത് വരെ അത്തരത്തിലുള്ള ടെസ്റ്റുകൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നഴ്സ് കൃത്യമായിട്ട് ധരിപ്പിക്കണം. ഇന്ന ടെസ്റ്റ് പറഞ്ഞിട്ടുണ്ട്, അത് ഈ സമയത്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം കൃത്യമായിട്ട് നഴ്സാണ് ധരിപ്പിക്കേണ്ടത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളെ കുറിച്ചിട്ടാണ് പേഷ്യന്റിനെ നഴ്സ് ഓറിയന്റ് ചെയ്യേണ്ടത്. മനസ്സിലായോ? ക്ലിയർ അല്ലേ? ഓക്കെ, അടുത്ത പേജ് ഒന്ന് റീഡ് ചെയ്തോളൂ കേട്ടോ. എല്ലാവർക്കും ടെക്സ്റ്റ് കിട്ടിയോ? ടെക്സ്റ്റ് ബുക്ക് ഇനി ആർക്കെങ്കിലും കിട്ടാത്തതുണ്ടോ? ഓക്കെ, എന്നാലും ഒന്ന് വായിച്ചോളൂ കേട്ടോ, ഒന്ന് റീഡ് ചെയ്തോളൂ. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞുതരാം. 9th പോയിന്റ് വരെ റീഡ് ചെയ്യാം കേട്ടോ. 9th പോയിന്റ് വരെ.
വായിച്ചു കഴിഞ്ഞോ? TPA full form third party administration. Third party administration. Okay, നമുക്ക് നോക്കാം. ഫോർത്ത് പോയിന്റ് ആണ് കേട്ടോ പറയുന്നത്. ഗ്യാദർ ഇൻഫോർമേഷൻ റിലേറ്റഡ് ടു, അതായത് നഴ്സ് താഴെ പറയുന്ന കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ കളക്ട് ചെയ്യേണ്ടതുണ്ട്. താഴെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിനെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ ആര് കളക്ട് ചെയ്യണം? നഴ്സ് ആണ് കളക്ട് ചെയ്യേണ്ടത്. ഫസ്റ്റ് പോയിന്റ് മെഡിക്കൽ ഓർഡേഴ്സ്, അതായത് ഡോക്ടേഴ്സിന്റെ മെഡിക്കൽ ഓർഡറുകൾ കളക്ട് ചെയ്യേണ്ടത് ആരാണ്? നഴ്സാണ്. ഓക്കെ, ഡോക്ടേഴ്സ് എന്ത് ചെയ്യാറുണ്ട്? കുറെ മെഡിക്കൽ ഓർഡേഴ്സ് ഇടാറില്ലേ? ആർക്കാ കൊടുക്കുന്ന മെഡിക്കൽ ഓർഡറുകള്? പാസ് ചെയ്യുന്നത് ആർക്കാ? നഴ്സിനാണ്. ഓക്കെ, അപ്പൊ മെഡിക്കൽ ഓർഡേഴ്സ് കളക്ട് ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റി നഴ്സിനായിരിക്കണം, അല്ലെങ്കിൽ അത് നഴ്സിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. ഓക്കെ, ദെൻ ട്രീറ്റ്മെന്റ്, ചികിത്സകളെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ, അതായത് രോഗിക്ക് എന്ത് തരം ചികിത്സയാണ്, എന്താണ് ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്. ഓക്കെ, അതായത് ഡോക്ടർ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഫയലിൽ രേഖപ്പെടുത്തും. അതിനനുസരിച്ച് മരുന്നുകളും മറ്റു കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടത് ആരാണ്? നഴ്സാണ് അല്ലെ? ഡോക്ടർ വന്ന് നേരിട്ടാണോ കൊടുക്കുന്നേ അഡ്മിറ്റ് ആയിട്ടുള്ള ആൾക്ക്? ഒരിക്കലും അല്ല അല്ലെ? നഴ്സുമാരല്ലേ പരിചരണം കൊടുക്കുന്നേ? അവർക്ക് വേണ്ടിയിട്ടുള്ള ചികിത്സകൾ ആരാ പ്രൊവൈഡ് ചെയ്യുന്നേ? നഴ്സുമാരാണ് അല്ലെ? ഓക്കെ, അപ്പൊ ട്രീറ്റ്മെന്റ്. ദെൻ ലാബ് റിസൾട്ടുകൾ, അതായത് രോഗിക്ക് എന്തെങ്കിലും ടെസ്റ്റുകളോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിസൾട്ടുകൾ ലാബിൽ വിളിച്ച് കളക്ട് ചെയ്യേണ്ടത് ആരുടെ റെസ്പോൺസിബിലിറ്റിയാ? നഴ്സിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ഓക്കെ, ടെസ്റ്റുകൾ, അതായത് ഇപ്പൊ രോഗിക്ക് ചെയ്തതും ഇനി ചെയ്യാനിരിക്കുന്നതുമായിട്ടുള്ള ടെസ്റ്റുകൾ എഴുതി കൊടുക്കേണ്ടത് ആരുടെ ഡ്യൂട്ടിയാ? അത് നഴ്സിന്റെ ഡ്യൂട്ടിയാണ്. ഇപ്പോ ഇൻപേഷ്യന്റ് ആയിട്ടുള്ള വാർഡിൽ അഡ്മിറ്റ് ആയിട്ടുള്ള ഒരാൾക്ക് ഡോക്ടർ വന്ന് പരിശോധിച്ചു, അദ്ദേഹത്തിന്റെ ഫയലിൽ മരുന്ന് എഴുതി എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പൊ ടെസ്റ്റുകൾ ചെയ്യാൻ അത് തന്നു വിടില്ല, ഫയലുകൾ തന്നു വിടില്ല അല്ലെ? ഫയലുകൾ തന്നു വിടോ നേരിട്ട്? നമുക്ക് ഇൻപേഷ്യന്റ് ആയിട്ടുള്ള ഒരാൾക്ക് ഫയലുകൾ തന്നു വിടോ ടെസ്റ്റുകൾ ചെയ്യാൻ? ഇല്ല. ഒരു കടലാസിൽ എഴുതി തരും അല്ലെ? എന്തെങ്കിലും ടെസ്റ്റുകൾ ഉണ്ടെങ്കിൽ ഒരു കുറിപ്പടിയായിട്ട് പ്രിസ്ക്രിപ്ഷൻ പോലെ എഴുതി തരും അല്ലെ? അപ്പൊ അത് ആരാ ചെയ്യുന്നേ? ഡോക്ടറുടെ, അതായത് ഡോക്ടർ എഴുതിയ ഫയലിൽ നോക്കിയിട്ട് നഴ്സാണ് എന്ത് ചെയ്യുന്നത്? അത് എഴുതിയിട്ട് പേഷ്യന്റിന് കൈമാറുന്നത് അല്ലെ? എക്സ്പീരിയൻസ് ഇല്ലേ? എന്തെങ്കിലും ലാബ്, അതായത് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനോ യൂറിൻ ടെസ്റ്റോ അല്ലെങ്കിൽ എക്സ്റേയോ ഇതൊക്കെ എടുക്കാനായിട്ട് നഴ്സാണ് എന്ത് ചെയ്യുക? ഡ്യൂട്ടിയിലുള്ള നഴ്സാണ് നമുക്കത് എഴുതി തരിക കേട്ടോ. അപ്പോ ചെയ്തതും ചെയ്യാനിരിക്കുന്നതുമായിട്ടുള്ള ടെസ്റ്റുകൾ ഓക്കെ, അത് എഴുതി തരേണ്ടത് നഴ്സിന്റെ ഉത്തരവാദിത്വമാണ്. ഓക്കെ, അതുപോലെ തന്നെ ഡയറ്റ്, ആഹാരക്രമം, അതായത് ഡോക്ടറിൽ നിന്നും വിവരങ്ങൾ കളക്ട് ചെയ്യുക. അതായത് ആ രോഗിക്ക് എന്ത് ഭക്ഷണമാണ് കൊടുക്കേണ്ടത്, ഏതൊക്കെ സമയമാണ് ഭക്ഷണം കൊടുക്കേണ്ടത്, അങ്ങനെയുള്ള വിശദമായിട്ടുള്ള കാര്യങ്ങൾ കളക്ട് ചെയ്യേണ്ടത് നഴ്സിന്റെ ഡ്യൂട്ടിയാണ്. ദെൻ ആക്ടിവിറ്റി, അതായത് പേഷ്യന്റ് എന്തെങ്കിലും ഇപ്പോ എക്സസൈസോ അല്ലെങ്കിൽ റെസ്റ്റോ വിശ്രമമോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് സമയത്ത് നടപ്പിലാക്കേണ്ടതും ആരാണ്? നഴ്സാണ്. ചില പേഷ്യൻസിന് എന്ത് കൊടുക്കാം? ചിലപ്പോ ചില എക്സസൈസുകൾ പറഞ്ഞു കൊടുത്തേക്കാം, അല്ലെങ്കിൽ ഫിസിയോതെറാപ്പി പോലുള്ള കാര്യങ്ങളൊക്കെ ചില പേഷ്യൻസിന് ഉണ്ടാകും. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതും, അതായത് പേഷ്യന്റിനെ അക്കാര്യങ്ങളിൽ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതും, അതുപോലെ തന്നെ ഇനി വിശ്രമം ആവശ്യമുള്ള പേഷ്യന്റ് ആണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കേണ്ടതും ആരുടെ ഉത്തരവാദിത്വം? നഴ്സിന്റെ ഉത്തരവാദിത്വം. ഓക്കെ, അപ്പൊ എന്തൊക്കെ വിവരങ്ങളാണ് കളക്ട് ചെയ്യുന്നത്? മെഡിക്കൽ ഓർഡറുകള്, ട്രീറ്റ്മെന്റ്, ലാബ് റിസൾട്ടുകള്, ടെസ്റ്റുകള്, ഡയറ്റ്, ആക്ടിവിറ്റി മുതലായവ. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി ആറാമത്തെ പോയിന്റ് നമുക്ക് നോക്കാം. 6 എന്നാണ് അവിടെ കൊടുത്തിരിക്കുന്നത്, 5 എന്നാണ് ശരിക്കും വേണ്ട. നിങ്ങളുടെ ടെക്സ്റ്റിൽ എങ്ങനെയാ കിടക്കുന്നത്?
ഫിഫ്ത് ആണോ സിക്സ്ത് ആണോ പോയിന്റ്? സിക്സ്ത് തന്നെയാണ് അല്ലേ? ഓക്കെ, നോട്ട് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അതിനകത്ത് വന്നിട്ടുള്ള ഒരു മിസ്റ്റേക്ക് ആണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഫിഫ്ത് പോയിന്റ് ആണ് വേണ്ടത്. പ്രിലിമിനറി ഒബ്സർവേഷൻ ഓഫ് പേഷ്യന്റ്, അതായത് പേഷ്യന്റിനെ ആദ്യം തന്നെ വരുമ്പോൾ ചില നിരീക്ഷണങ്ങൾ നടത്താറുണ്ട് നേഴ്സ്, ചില ഒബ്സർവേഷൻസ് നടത്താറുണ്ട്. പ്രിലിമിനറി ഒബ്സർവേഷൻ എന്നാ പറയാ, അതായത് പ്രാരംഭഘട്ട നിരീക്ഷണം എന്ന് പറയും. ആദ്യമായിട്ട് കാണുമ്പോൾ ചില കാര്യങ്ങൾ നോട്ട് ചെയ്യാറുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. The first few moments with a patient, facial expressions will denote his emotional reactions and presence of pain, fatigue. അതായത് രോഗിയെ ആദ്യമായി കാണുന്ന സമയത്ത് രോഗിയുടെ മുഖഭാവം അല്ലെങ്കിൽ ഫേഷ്യൽ എക്സ്പ്രഷൻ ശ്രദ്ധിക്കാറുണ്ട്, ഇല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങൾ അഡ്മിറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ നേഴ്സ് നമ്മൾ നോക്കിയിട്ടുണ്ടോ? ഒന്ന് നോക്കൂ അല്ലേ? എന്താണ് ഈ ഇസെഡ് ഗാലർ? നജുവ എന്താണ് പറഞ്ഞത്? എനിക്ക് മനസ്സിലായില്ല. അഡ്മിഷൻ പ്രൊസീജിയറോ? ഞാനിപ്പോ എടുക്കുന്നത് ഓറിയന്റ് പേഷ്യന്റ് കഴിഞ്ഞു, ഗ്യാദർ ഇൻഫോർമേഷൻ കഴിഞ്ഞു, പ്രിലിമിനറി ഒബ്സർവേഷൻ ആണ് കേട്ടോ എടുക്കുന്നത്. പ്രിലിമിനറി ഒബ്സർവേഷൻ അൺമ്യൂട്ട് ആക്കണോ? ഓക്കെ ഓക്കെ. എന്താണ് നജുവ? അതായത് നമ്മള് അഡ്മിഷൻ പ്രൊസീജിയറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഇടയിൽ 5ാമത്തെ പോയിന്റ് റിസീവ് ദ പേഷ്യന്റ് ബൈ വാർഡ് സിസ്റ്റർ കഴിഞ്ഞിട്ട് അതിൽ റെസ്പോൺസിബിലിറ്റി പറഞ്ഞിട്ട് അതിൽ 4 പോയിന്റ് ആണ് റെസ്പോൺസിബിലിറ്റി നേഴ്സ് പറയണത്. പിന്നെ 6ാമത്തെ പോയിന്റ് അല്ലേ? അങ്ങനെയല്ലേ പറഞ്ഞേ? ഓക്കെ. ഓക്കെ, അപ്പൊ നമുക്ക് പ്രിലിമിനറി ഒബ്സർവേഷൻ നോക്കാം. അപ്പൊ 6th പോയിന്റ് തന്നെയാണ് കേട്ടോ. അപ്പൊ ആദ്യം നഴ്സ് വരുമ്പോൾ, അതായത് രോഗിയെ ഒന്ന് നിരീക്ഷിക്കും. അതിനകത്ത് ആദ്യം തന്നെ നോക്കുന്നത് ഫേഷ്യൽ എക്സ്പ്രഷൻ ആണ്, അതായത് പേഷ്യന്റിന്റെ മുഖത്തെ ഭാവം നോക്കാറുണ്ട് അല്ലെ, മുഖഭാവങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. അപ്പൊ അതിലൂടെ അറിയാനായിട്ട് സാധിക്കും, അതായത് പേഷ്യന്റ് എത്രമാത്രം വേദന അനുഭവിക്കുന്നുണ്ട്, എത്രമാത്രം ക്ഷീണിതനാണ്, അതുപോലെ തന്നെ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് ആ ഫേഷ്യൽ എക്സ്പ്രഷനിലൂടെ തന്നെ നേഴ്സിന് അറിയാനായിട്ട് സാധിക്കും. അതാണ് പ്രിലിമിനറി ഒബ്സർവേഷൻ കേട്ടോ. പ്രാഥമിക അല്ലെങ്കിൽ പ്രാരംഭഘട്ടത്തിലുള്ള നിരീക്ഷണം എന്ന് പറയുന്നത് ആദ്യം പേഷ്യന്റിനെ കാണുന്ന സമയത്ത് ഫേഷ്യൽ എക്സ്പ്രഷൻ ആണ് നോക്കാറുള്ളത്, അതായത് മുഖത്തെ ഭാവങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. അതിനകത്ത് നിന്ന് അറിയാനായിട്ട് സാധിക്കും നേഴ്സിന് പേഷ്യന്റിന് എത്രത്തോളം ക്ഷീണമുണ്ട്, അതുപോലെ എത്രത്തോളം വേദന അനുഭവിക്കുന്നുണ്ട്, അതുപോലെ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ, മാനസിക നില അതായത് മെന്റൽ സ്റ്റേറ്റ് എന്താണെന്ന് അറിയാനായിട്ട് സാധിക്കും. Then അടുത്ത പോയിന്റ്, any discoloration of skin such as jaundice, cyanosis, facial paralysis should be noted. Further observation can be made giving care to the client. ഇനി ഡിസ്കളറേഷൻ, അതായത് ആ പേഷ്യന്റിന്റെ സ്കിന്നിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ അത് നോട്ട് ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ്? ചില പേഷ്യൻസിന് ജോണ്ടിസ്, അതായത് മഞ്ഞപ്പ് കലർന്ന നിറം ഉണ്ടാവും ഫേസിൽ. കണ്ടിട്ടുണ്ടോ? കാണാൻ സാധ്യതയില്ല, ചുരുക്കം ചില പേഷ്യൻസിന്റെ കാര്യമാണ് കേട്ടോ പറയുന്നത്. എന്താണ് ജോണ്ടിസ് എന്ന് പറഞ്ഞാല്? ജോണ്ടിസ് എന്താ? ജോണ്ടിസ് എന്താ? മഞ്ഞപ്പിത്തം അല്ലേ? കേട്ടിട്ടുണ്ടോ? ഉണ്ടുനീരോ? മഞ്ഞപ്പിത്തം കേട്ടിട്ടില്ലേ? ഉണ്ടുനീര് മംസ് അല്ലേ?
മുണ്ടുനീര് മംസാണ് കേട്ടോ. ഓക്കെ, ജോണ്ടിസ് അതായത് മഞ്ഞപ്പിത്തം. ഈ മഞ്ഞപ്പിത്തം ഉണ്ടെങ്കിൽ എന്താണ്, നമ്മുടെ മുഖത്തും കണ്ണിന്റെ സൈഡിലൊക്കെ മഞ്ഞപ്പ് കലർന്ന നിറം കാണാനായിട്ട് സാധിക്കും. ചിലവര് നമ്മുടെ മുഖം മഞ്ഞയായിരിക്കുമ്പോ ചോദിക്കാറുണ്ടല്ലോ, നിനക്ക് എന്താ മഞ്ഞപ്പിത്തം ബാധിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കാറില്ലേ, തമാശക്കാണെങ്കിൽ കൂടിയും അല്ലെ. അപ്പോ ഇത്തരത്തില് ജോണ്ടിസ് ഉള്ള പേഷ്യൻസിന് മഞ്ഞപ്പ് കലർന്ന നിറം ഫേസിലും കണ്ണിന്റെ സൈഡിലും ഒക്കെ കാണാറുണ്ട്. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള പേഷ്യൻസിന് എന്ത് ചെയ്യാറുണ്ട്, നഴ്സ് ഒബ്സർവ് ചെയ്യാറുണ്ട്, ശ്രദ്ധിക്കാറുണ്ട് അവര് കേട്ടോ. അപ്പൊ ജോണ്ടിസ് നമുക്ക് നോക്കാം. അതായത് നമ്മുടെ ബ്ലഡില് ബിലിറൂബിൻ എന്ന മഞ്ഞ നിറമുള്ള പിഗ്മെന്റ് കൂടുന്നത് കാരണം നമ്മുടെ സ്കിന്നിനും അതുപോലെ കണ്ണുകൾക്കും മഞ്ഞ നിറം വരുന്ന അവസ്ഥയാണ്. ഓക്കെ, ഒന്നും കൂടി പറയാം, അറിഞ്ഞിരിക്കാൻ പറഞ്ഞു തരുന്നതാണ് കേട്ടോ. എന്താണ് മഞ്ഞപ്പിത്തം അഥവാ ജോണ്ടിസ്? രക്തത്തിലെ ബിലിറൂബിൻ എന്ന മഞ്ഞ നിറമുള്ള പിഗ്മെന്റ് കൂടുന്നത് കാരണം സ്കിന്നിനും കണ്ണുകൾക്കും മഞ്ഞ നിറം വരുന്ന അവസ്ഥയാണ്. അപ്പൊ നിങ്ങളൊന്ന് നോക്കിയേ, എനി ഡിസ്കളറേഷൻ ഓഫ് സ്കിൻ സച്ച് ആസ് ജോണ്ടിസ്, അതായത് ചർമ്മത്തിന് എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ, അതായത് സ്കിന്നിന് എന്തെങ്കിലും നിറവ്യത്യാസം ഉണ്ടെങ്കിൽ, അതായത് മഞ്ഞപ്പിത്തം പോലുള്ള അവസ്ഥകൾ ഉണ്ടാവുകയാണെങ്കിൽ, മനസ്സിലായോ ഇവിടെ പറഞ്ഞത് എന്താണെന്ന്? ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? ആ, നെക്സ്റ്റ് വൺ സൈനോസിസ് ആണ്. എന്താണ് സൈനോസിസ്? നീല നിറമാണ് കേട്ടോ. ജോണ്ടിസ് പറഞ്ഞു മഞ്ഞ കളറാണ്, അപ്പൊ സൈനോസിസ് എന്താ? നീല നിറം. നീല, ചിലവരുടെ ഫേസിലൊക്കെ നീല നിറം ഉണ്ടാവാറുണ്ട്. കൈകളില്, ചർമ്മത്തില്, അതായത് ഫേസിന്റെ ഭാഗത്ത്, ഫിംഗേഴ്സില്, നെയിലില് ഒക്കെ നീല കലർന്ന നിറം കാണാറുണ്ട്. ഇതിനെയാണ് സൈനോസിസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിനും ഒരു കാര്യമുണ്ട്. അതായത് നമ്മുടെ രക്തത്തിലെ ഓക്സിജന്റെ അളവ് കുറയുന്നത് കാരണം കേട്ടോ, രക്തത്തിലെ ഓക്സിജന്റെ കുറവ് കാരണം നമ്മുടെ സ്കിന്ന്, അതുപോലെ നമ്മുടെ ലിപ്സ്, ചുണ്ട്, പിന്നെ ഫിംഗേഴ്സ്, ഓക്കെ, വിരലുകള്, നെയിൽസ്, നഖം എന്നിവ നീല കളർന്ന പർപ്പിൾ നിറത്തിലേക്ക് മാറുന്ന അവസ്ഥയാണെന്ത്? സൈനോസിസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? നീല കലർന്ന പർപ്പിൾ നിറം. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഓക്കെ, പിന്നെ നെക്സ്റ്റ് വൺ ഫേഷ്യൽ പാരാലിസിസ്. ഫേഷ്യൽ പാരാലിസിസ് നമുക്ക് കേട്ടിട്ടുണ്ടാവും. എന്തായിരിക്കും? എന്താണ് ഫേഷ്യൽ പാരാലിസിസ്? തളർവാദം എന്ന് പറയാൻ പറ്റില്ല നമുക്ക്. അതായത് നമ്മുടെ മുഖത്തിന്റെ ഒരു വശത്തോ ഇരുവശത്തോ ഉള്ള പേശികളുടെ ചലനശേഷി നഷ്ടപ്പെടുന്ന അവസ്ഥ. മുഖം കോടിപ്പോവാന്ന് കേട്ടിട്ടില്ലേ? കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ചില ആളുകളുടെ പെട്ടെന്നായിരിക്കും കോടിപ്പോവാന്ന് പറയും മുഖം. ഒരു വശത്തേക്കോ അല്ലെങ്കിൽ ഇരുവശങ്ങളിലായിട്ടൊക്കെ എന്തും കോടിപ്പോവും. ഓക്കെ, അങ്ങനെയാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, അതായത് ഒരു അപാകത തോന്നും നമുക്ക് ഫേസ് കണ്ടു കഴിഞ്ഞാല്, അതിനെയാണ് ഫേഷ്യൽ പാരാലിസിസ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ മുഖത്തിന്റെ ഒരു വശത്തോ അല്ലെങ്കിൽ ഇരുവശത്തോ ഉള്ള പേശികൾ അഥവാ മസിൽസിന്റെ ചലനശേഷി നഷ്ടപ്പെടുന്ന പ്രഷർ കൂടുമ്പോൾ സംഭവിക്കാറുണ്ട്. ഓക്കെ, നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് എന്ത്? ഫേഷ്യൽ പാരാലിസിസ് എന്ന് പറയുന്നത്. അപ്പോ ഇത്തരത്തിലുള്ള അവസ്ഥകളുമായി വരുന്ന രോഗികൾ ഉണ്ടെങ്കിൽ അവരെ നോട്ട് ചെയ്യേണ്ട ഉത്തരവാദിത്വം ആരാണ്? അത് നഴ്സിനാണ് ഉള്ളത്. Then further observation can be made giving care to the client. അപ്പോ അവർക്ക് അതിനനുസരിച്ചിട്ടുള്ള കെയർ ആര് കൊടുക്കേണ്ടതുണ്ട്? നഴ്സ് കൊടുക്കേണ്ടതുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോ മുഖത്തിന് വരുന്ന ആ ഫേഷ്യൽ എക്സ്പ്രഷൻ ശ്രദ്ധിക്കണം. അതിലൂടെ പേഷ്യന്റ് ഫാറ്റിക് ആണോ അല്ലെങ്കിൽ എന്താ പറയുക ഇമോഷണൽ റിയാക്ഷൻസ് എങ്ങനെയാണ്, അദ്ദേഹത്തിന് പേടിയുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. കൂടാതെ മുഖത്തിന്റെ ഫേഷ്യൽ പാരാലിസിസ് പോലുള്ള കാര്യങ്ങൾ, ജോണ്ടിസ്, സൈനോസിസ് പോലുള്ള കാര്യങ്ങളൊക്കെ ആൾക്ക് ഉണ്ടോ എന്ന് കൂടി ശ്രദ്ധിക്കേണ്ടത്. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ് വൺ ചാർട്ടിംഗ് ആണ് കേട്ടോ. ചാർട്ടിംഗ്. ഓക്കെ, ഫസ്റ്റ് പോയിന്റ്
ചാർട്ടിങ്ങിൽ വരുന്നത് റെക്കോർഡ് ഓൾ ദ ബേസിക് ഇൻഫോർമേഷൻ ഇൻ ദ പേഷ്യൻസ് റെക്കോർഡ്. അതായത് പേഷ്യന്റിന്റെ എല്ലാ തരത്തിലുള്ള വിവരങ്ങളും റെക്കോർഡ് ചെയ്യണം ആര്? നഴ്സ്. കേട്ടോ, അതായത് ചാർട്ടിങ്ങിൽ പറയുന്നതാണ് പേഷ്യന്റ് ബേസിക് ഇൻഫോർമേഷൻ ഉൾപ്പെടെ എല്ലാ തരത്തിലുള്ള വിവരങ്ങളും റെക്കോർഡ് ചെയ്യണം. രണ്ടാമത്തെ പോയിന്റ്, ക്ലിയർലി മെൻഷൻ അഡ്മിഷൻ ഡേറ്റ്, ടൈം, patient detail, complaints of the clients, any allergies and patient mental status. അതുപോലെ തന്നെ അതിനകത്ത് അടയാളപ്പെടുത്തേണ്ട മറ്റു ചില കാര്യങ്ങളുണ്ട്, ഡോക്യുമെന്റ് ചെയ്യേണ്ട കാര്യങ്ങള്. പേഷ്യന്റിന്റെ അഡ്മിഷൻ ഡേറ്റ് എന്താണെന്ന് രേഖപ്പെടുത്തണം, ഏത് ടൈമിനാണ് പേഷ്യന്റ് വന്നതെന്ന് രേഖപ്പെടുത്തണം, പേഷ്യന്റിന്റെ ഡീറ്റെയിൽ അതായത് വിവരങ്ങൾ രേഖപ്പെടുത്തണം, പേഷ്യന്റിന്റെ കംപ്ലൈന്റുകൾ പരാതികൾ ഉണ്ടെങ്കിൽ അത് രേഖപ്പെടുത്തണം, പിന്നെ അലർജീസ് എന്തെങ്കിലും പേഷ്യന്റ് ഉണ്ടെങ്കിൽ അതും രേഖപ്പെടുത്തി വെക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ പേഷ്യന്റിന്റെ മെന്റൽ സ്റ്റേറ്റസ് അതായത് മാനസിക ഘടന അല്ലെങ്കിൽ എന്താണ് ആ സമയത്ത് പേഷ്യന്റ് ഉണ്ടാകുന്ന ഒരു മെന്റലി അദ്ദേഹത്തിന്റെ അവസ്ഥ എന്താണ്, കണ്ടീഷൻ എന്താണെന്നും കൂടി രേഖപ്പെടുത്തി വെക്കേണ്ടതുണ്ട് കേട്ടോ. അതൊക്കെ ചാർട്ടിംഗ് പ്രോസസ്സിൽ വരുന്നതാണ്. മൂന്നാമത്തെ പോയിന്റ്, റെക്കോർഡിംഗ് അഡ്മിഷൻ രജിസ്റ്റർ, ട്രീറ്റ്മെന്റ് ബുക്ക്, റിപ്പോർട്ട് ബുക്ക്, മെഡിക്കൽ ലീഗൽ കേസ് MLC രജിസ്റ്റർ, അപ്ഡേറ്റ് വാർഡ് സെൻസസ് ആൻഡ് നഴ്സസ് നോട്ട്സ്. അതുപോലെ തന്നെ പേഷ്യന്റിനെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ അഡ്മിഷൻ രജിസ്റ്ററിൽ രേഖപ്പെടുത്തി വെക്കണം, ട്രീറ്റ്മെന്റ് ബുക്കിൽ നോട്ട് ചെയ്ത് വെക്കണം, റിപ്പോർട്ട് ബുക്കിൽ നോട്ട് ചെയ്ത് വെക്കണം. പിന്നെ മെഡിക്കൽ ലീഗൽ കേസ് MLC കേസുകളാണെങ്കിൽ, മെഡിക്കോ ലീഗൽ കേസുകളാണെങ്കിൽ അതിനൊരു രജിസ്റ്റർ ഉണ്ട് അല്ലെ, അതിലും കൂടി രേഖപ്പെടുത്തി വെക്കേണ്ടതാണ്. എന്താണ് MLC? MLC എന്താ? ആക്സിഡന്റ്, സൂസൈഡ്, പോയിസണിങ്, അതൊക്കെ MLC ഇതിൽ വരുന്നതാണ് അല്ലെ, റേപ്പ് അല്ലെ. അപ്പൊ MLC കേസ് റിപ്പോർട്ട് ചെയ്യുന്ന ആ ഒരു, അതായത് MLC കേസ് ആണെങ്കിൽ എന്ത് ചെയ്യും, ആ ഡ്യൂട്ടിയിൽ ഇരിക്കുന്ന ഡോക്ടർ MLC കേസായിട്ട് അതിനെ ഫയൽ സ്റ്റാമ്പ് ചെയ്യുകയും MLC രജിസ്റ്ററില് വിവരങ്ങള് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യും അല്ലെ. അപ്പോ ഈ ഒരു MLC രജിസ്റ്റർ ഹോസ്പിറ്റലിലെ വാർഡിൽ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ആ MLC രജിസ്റ്ററില് MLC കേസുമായി ബന്ധപ്പെട്ടതാണോ വിവരങ്ങൾ എന്ന് നോക്കിയിട്ട് അതെന്ത് ചെയ്യണം, രേഖപ്പെടുത്തി വെക്കേണ്ടതുണ്ട്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ അപ്ഡേറ്റ് വാർഡ് സെൻസസ് ആൻഡ് നഴ്സസ് നോട്ട്സ്. അതായത് വാർഡ് സെൻസസ് നോക്കണം, അതായത് വാർഡിൽ എത്ര പേരുണ്ട്, എത്ര പേരാണ് ഇൻപേഷ്യന്റ് ആയിട്ട് കിടക്കുന്നത്, അവരുടെ വിവരങ്ങളൊക്കെ നഴ്സസ് നോട്ട്സിൽ എന്ത് ചെയ്യണം, രേഖപ്പെടുത്തി വെക്കേണ്ടതുണ്ട്. ഓക്കെ. Then next one, physical assessment by reviewing system. അതായത് രോഗിയുടെ പേഷ്യന്റിന്റെ ശാരീരിക പരിശോധന അഥവാ ഫിസിക്കൽ അസസ്മെന്റ് നടത്തണം. ഓക്കെ. നെക്സ്റ്റ്, പേഷ്യൻസ് കംഫർട്ട്. അതായത് പേഷ്യന്റ് കംഫർട്ട് ആണോ, അദ്ദേഹം സാറ്റിസ്ഫൈഡ് ആണോ എന്ന് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. അടുത്തത്, കളക്ട് ഇൻഫോർമേഷൻ ഫോർ ഡാറ്റാബേസ്. അതായത് ഡാറ്റാബേസിൽ വിവരങ്ങൾ കളക്ട് ചെയ്യണം, അതായത് കമ്പ്യൂട്ടറിൽ എൻ്റർ ചെയ്യണം വിവരങ്ങളൊക്കെ കേട്ടോ. ലാസ്റ്റ് പോയിന്റ്, ഒബ്റ്റെയിൻ ഫിസിഷ്യൻസ് ഓർഡർ ഫോർ ദ ലാബ് ടെസ്റ്റ് മെഡിക്കൽ ആക്ടിവിറ്റി. അതുപോലെ തന്നെ ലാബ് ടെസ്റ്റുകൾക്കായിട്ടും മെഡിക്കൽ ആക്ടിവിറ്റീസിനുമായിട്ടും ഒക്കെ എന്ത് ചെയ്യണം, ഫിസിഷ്യന്റെ കയ്യിൽ നിന്ന് ഓർഡറുകൾ ഗ്യാദർ ചെയ്യണം അല്ലെങ്കിൽ ഒബ്റ്റെയിൻ ചെയ്യണം. ഇത്രയും പോയിന്റുകളാണ് ചാർട്ടിങ്ങിൽ വരുന്നത് കേട്ടോ. ക്ലിയർ അല്ലേ? ഓക്കെയാണ്. നെക്സ്റ്റ്, ഫോളോ ഓർഡേഴ്സ് ബൈ ദ കൺസൾട്ടന്റ്. ഇനി കൺസൾട്ടന്റിന്റെ ഓർഡറുകൾ ഫോളോ ചെയ്യുന്ന കാര്യമാണ് പറയുന്നത്. ഇഫ് എനി ടെസ്റ്റ് ആർ പ്രിസ്ക്രൈബ്ഡ് ബൈ ദ ഡോക്ടർ, ദ നഴ്സ് മസ്റ്റ് മേക്ക് അറേഞ്ച്മെന്റ്സ് ടു carry out other procedures prescribed by the doctor if any. അതായത് ഏതെങ്കിലും ടെസ്റ്റുകൾ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുവാണെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള അറേഞ്ച്മെന്റുകൾ നഴ്സാണ് ചെയ്യേണ്ടത്. ഓക്കെ. അതായത് എമർജൻസി ആയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടെസ്റ്റുകൾക്ക് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്നത് വിചാരിക്കുക. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, അതായത് ലാബിൽ വിളിച്ചൊക്കെ നേരത്തെ പറയുക, പിന്നെ ലാബിൽ നിന്ന് വിവരങ്ങൾ കളക്ട് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് നഴ്സാണ്. ഓക്കെ. അപ്പോ ഡോക്ടർ എന്താണോ പറയുന്നത് അതിനനുസരിച്ചുള്ള നടപടികൾ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളത് നഴ്സിന്റെ ഡ്യൂട്ടിയാണ്.
The last point, care of valuables and clothing. If a patient is wearing hospital dress, the patient's clothes should be handed over to relatives. In case of absence of relatives, clothing is numbered, labeled, and kept in store until such a time it is handed over to relatives. Encourage the client to send jewelry, money, and other valuables such as watches to home with the relatives. Make him understand if he keeps something with himself, it is at his own risk. അതായത് രോഗി, അതായത് കെയർ ഓഫ് വാല്യബിൾസ് ആൻഡ് ക്ലോത്തിങ് എന്നാണ് പറയുന്നത് അല്ലെ. അതായത് ചില വാല്യബിൾ, അതായത് മൂല്യമുള്ള സാധനങ്ങൾ, അതുപോലെ ഡ്രസ്സുകൾ, ഇവ സൂക്ഷിക്കുന്നതിന്റെ കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. പേഷ്യന്റ് ആശുപത്രിയിലെ ഡ്രസ്സാണ് വിയർ ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ ധരിക്കുന്നതെങ്കിൽ അദ്ദേഹത്തിന്റെ വസ്ത്രങ്ങൾ ബന്ധുക്കൾക്ക് കൈമാറണം. അപ്പൊ ചില ഹോസ്പിറ്റലിൽ അറിയാൻ നമുക്ക് ഹോസ്പിറ്റലിൻ്റെതായിട്ടുള്ള ഡ്രസ്സ് ഉണ്ടാവും ഇല്ലേ? ഇല്ലേ? വലിയ വലിയ ഹോസ്പിറ്റലൊക്കെ അങ്ങനെയല്ലേ, ഹോസ്പിറ്റൽ ഡ്രസ്സ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ രോഗി ഹോസ്പിറ്റൽ ഡ്രസ്സ് ധരിക്കുവാണെങ്കിൽ എന്ത് ചെയ്യണം? അദ്ദേഹം ധരിച്ചു വന്നിട്ടുള്ള ഡ്രസ്സ് റിലേറ്റീവ്സിന് കൈമാറണം. ഓക്കെ, മനസ്സിലായല്ലോ? ക്ലിയർ അല്ലേ ആ ഒരു സെന്റൻസ്? ആ, ഇനി റിലേറ്റീവ്സ് ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം? ഇപ്പൊ കൊണ്ടുപോകാനായിട്ട് ആളില്ലെന്ന് വിചാരിക്കുക, റിലേറ്റീവ്സ് ഇല്ല, അപ്പൊ ഡ്രസ്സ് കൊണ്ടുപോകാനായിട്ട് പറ്റില്ലല്ലോ. അപ്പൊ റിലേറ്റീവ്സ് ഇല്ലെങ്കിൽ ഈ ഡ്രസ്സ് എന്ത് ചെയ്യണം? വസ്ത്രങ്ങള് നമ്പർ നൽകി ലേബൽ ചെയ്ത് സ്റ്റോർ റൂമിൽ സൂക്ഷിക്കണം. ഓക്കെ, ഈ വസ്ത്രങ്ങൾ എന്ത് ചെയ്യണം? അത് നമ്പർ നൽകി ലേബൽ ചെയ്ത് സ്റ്റോർ റൂമിൽ സൂക്ഷിക്കേണ്ടതുണ്ട്. ഇനി ചില മൂല്യം കൂടിയതായിട്ടുള്ള, അതായത് വാല്യുബിൾ ആയിട്ടുള്ള ചില സാധനങ്ങളുണ്ട്. ഓർണമെന്റ്സ് അല്ലെ, ജ്വല്ലറി, ആഭരണം, അതുപോലെ തന്നെ ക്യാഷ്, പണം, പിന്നെ വാച്ച് മുതലായവ എന്ത് ചെയ്യണം? റിലേറ്റീവ്സിന് കൊടുക്കാനായിട്ട് രോഗിയെ പ്രോത്സാഹിപ്പിക്കണം, പ്രൊമോട്ട് ചെയ്യണം. അതായത് ഇവിടെ വെക്കാനായിട്ട് പാടുള്ളതല്ല, അത് കൊടുത്തയക്കണം എന്ന് പ്രത്യേകിച്ചും പറയണം. ഇനി കൊടുത്തയക്കാനായിട്ട് പറ്റിയില്ലെങ്കിൽ, അല്ലെങ്കിൽ അദ്ദേഹം കൊടുത്തയക്കാനായിട്ട് കൂട്ടാക്കുന്നില്ലെങ്കിൽ പറയാൻ പറ്റില്ലല്ലോ, കാരണം ആർക്കും വിശ്വാസം ഉണ്ടാവില്ല ഈ ആഭരണവും അതുപോലെ അതായത് ജ്വല്ലറിയും ക്യാഷും കാര്യങ്ങളൊക്കെ മറ്റുള്ളവർക്ക് കൊടുത്തയക്കാനായിട്ട്. അപ്പൊ അങ്ങനെ കൊടുത്തയക്കാനായിട്ട് രോഗി തയ്യാറായില്ലെങ്കിൽ എന്ത് ചെയ്യണം? അതായത് രോഗി തന്നെ ഈ സാധനങ്ങൾ കൈവശം വെക്കുവാണെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം പേഷ്യന്റ് തന്നെ ആയിരിക്കണമെന്ന് പേഷ്യന്റിനെ ബോധ്യപ്പെടുത്തും. കാരണം നഷ്ടപ്പെട്ടാൽ അത് ഹോസ്പിറ്റലിന്റെ റെസ്പോൺസിബിലിറ്റിയിൽ വരുന്നതല്ല എന്ന് പേഷ്യന്റിനെ ബോധ്യപ്പെടുത്തിയിരിക്കണം. മനസ്സിലായോ? ക്ലിയർ ആണോ? ഓക്കെ ആണ്. അപ്പൊ അത്രയുമാണ് കേട്ടോ പറയുന്നേ. ഇനി നമുക്ക് അടുത്തത് നോക്കാം, ഒന്ന് റീഡ് ചെയ്തോളൂ കേട്ടോ. അഡ്മിഷൻ ഫ്രം എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഇനി നമ്മൾ വായിക്കാനായിട്ട് പോകുന്നത്. അതൊന്ന് നിങ്ങൾ 8 പോയിന്റ് ഒന്ന് റീഡ് ചെയ്തോളൂ.
വായിച്ചു കഴിയുമ്പോ തമ്പ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള അഡ്മിഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് പോയിന്റ്, when they get confirmation that a patient has arrived with an emergency to the hospital campus, the first thing they do is give a call to ward boys and patient attendants to shift the patient from ambulance to stretcher. അതായത് എമർജൻസി പേഷ്യന്റ് ആശുപത്രിയിൽ എത്തി എന്ന് ഉറപ്പായാൽ വാർഡ് ബോയെയും അറ്റൻഡന്റിനെയും വിളിച്ച് ആംബുലൻസിൽ നിന്ന് സ്ട്രെച്ചറിലേക്ക് രോഗിയെ മാറ്റുന്നു. ഓക്കെ, അപ്പൊ എമർജൻസി ആയിട്ട് ഏതെങ്കിലും പേഷ്യന്റ് വന്നു കഴിഞ്ഞാല് ഉടനെ തന്നെ വാർഡ് ബോയ് അല്ലെങ്കിൽ അറ്റൻഡർ ഇവരാരെങ്കിലും വന്നിട്ട് എന്ത് ചെയ്യുന്നു, ആംബുലൻസിൽ നിന്ന് രോഗിയെ സ്ട്രെച്ചറിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. രണ്ടാമത്തെ പോയിന്റ്, give a call to a medical officer. എന്ത് ചെയ്യുന്നു, അതായത് ഡ്യൂട്ടിയിലുള്ള മെഡിക്കൽ ഓഫീസറെ അറിയിക്കും. ഡ്യൂട്ടിയിലുള്ള മെഡിക്കൽ ഓഫീസറെ വിവരം അറിയിക്കും. അല്ലെങ്കിൽ ഒരു പേഷ്യന്റ് വന്നിട്ടുണ്ട് എന്നുള്ള ഒരു വിവരം മെഡിക്കൽ ഓഫീസറെ അറിയിക്കും. Then മൂന്നാമത്തെ പോയിന്റ്, after the medical officer examines the patient, they ask him as to where they have to shift a patient. ഇനി മെഡിക്കൽ ഓഫീസർ രോഗിയെ പരിശോധിക്കുന്നതിനെ തുടർന്ന് ഏത് വാർഡിലേക്കാണ് മാറ്റേണ്ടതെന്ന് തീരുമാനിച്ചു. ഓക്കെ, അപ്പൊ മെഡിക്കൽ ഓഫീസറിനെ വിവരം അറിയിച്ചതിനെ തുടർന്ന് അദ്ദേഹം വരുന്നു, അദ്ദേഹം വന്ന് രോഗിയെ നോക്കുന്നു, ഒബ്സർവ് ചെയ്യുന്നു, ചെക്ക് ചെയ്യുന്നു, പരിശോധിക്കുന്നു. അതിനുശേഷം ഏത് വാർഡിലേക്കാണ് ഇദ്ദേഹത്തെ മാറ്റേണ്ടതെന്ന് ഡിസൈഡ് ചെയ്യുന്നു. ഓക്കെ, ഫോർത്ത് പോയിന്റ്, generally they shift the patient to the ICU and after the patient becomes stable, only then shift the patient to the concerned ward. സാധാരണയായിട്ട് എമർജൻസി ആയിട്ട് വരുന്ന പേഷ്യൻസിനെ ആദ്യം കൊണ്ടുപോകുന്നത് ICUയിലേക്കായിരിക്കും, അല്ലെ, ഇന്റൻസീവ് കെയർ യൂണിറ്റിലേക്കായിരിക്കും, അല്ലെ. എമർജൻസി ആയിട്ട് വരുന്ന പേഷ്യൻസിനെ ആദ്യം എങ്ങോട്ടാ ഷിഫ്റ്റ് ചെയ്യുന്നേ, ICUയിലേക്കായിരിക്കില്ലേ? ആണോ? നിങ്ങളോട് ചോദിക്കുന്ന ICUയിലേക്കായിരിക്കോ? ഡെഫിനറ്റ്ലി, അല്ലെ. നമ്മൾ സാധാരണയായിട്ട് കണ്ടുവരുന്നത് അങ്ങനെയാണ്, ICUയിലേക്കാണ് എമർജൻസി പേഷ്യന്റിനെ മാറ്റുന്നത്. അതിനുശേഷം അദ്ദേഹം ഒന്ന് സ്റ്റേബിൾ ആയതിനു ശേഷം ബന്ധപ്പെട്ട വാർഡിലേക്ക് മാറ്റുന്നു. അതായത് അദ്ദേഹത്തിന്റെ രോഗം എന്താണോ, അദ്ദേഹത്തിന്റെ അവസ്ഥ എന്താണോ, ആ കണ്ടീഷൻ അനുസരിച്ച് ഏത് വിഭാഗമാണ് അദ്ദേഹത്തെ ചികിത്സിക്കേണ്ടത്, ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടാവുമല്ലോ പലതരം, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള, ഇപ്പൊ അദ്ദേഹത്തിന്റെ നെഞ്ചുവേദന അല്ലെങ്കിൽ കാർഡിയാക്കുമായി ബന്ധപ്പെട്ട പ്രോബ്ലം ആണെങ്കിൽ കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിലേക്കാണ് മാറ്റുക. ശ്വാസമുട്ടലും പോലുള്ള പ്രശ്നമാണെങ്കിൽ പൾമണോളജി ഡിപ്പാർട്ട്മെന്റിലേക്കാണ് മാറ്റുക, അല്ലെ. അപ്പൊ ബന്ധപ്പെട്ട വാർഡിലേക്ക് അദ്ദേഹത്തെ മാറ്റുന്നു, അദ്ദേഹം ഒന്ന് സ്റ്റേബിൾ ആയതിനു ശേഷം. Then അഞ്ചാമത്തെ പോയിന്റ്, after counseling with the consultant and permission of the same, they register patients in the IPD register and in their software too. അതുപോലെ തന്നെ കൺസൾട്ടന്റുമായിട്ട് സംസാരിച്ച് പെർമിഷൻ വാങ്ങിയതിനു ശേഷം രോഗിയെ IPD രജിസ്റ്റർ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ സോഫ്റ്റ്വെയർ സിസ്റ്റത്തിലും രജിസ്റ്റർ ചെയ്യുന്നു. ഇനി അദ്ദേഹത്തെ ഞാൻ പറഞ്ഞു, ഇപ്പോ കാർഡിയാക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നമാണെങ്കിൽ കാർഡിയാക് ഡിപ്പാർട്ട്മെന്റിലേക്ക് മാറ്റും. ഇനി ശ്വാസകോശം അല്ലെങ്കിൽ പൾമണോളജിയുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ പൾമണോളജി ഡിപ്പാർട്ട്മെന്റിലേക്ക് മാറ്റും. വൃക്ക സംബന്ധമായിട്ടുള്ള പ്രശ്നമാണെങ്കിൽ നെഫ്രോളജി ഡിപ്പാർട്ട്മെന്റിലേക്ക് മാറ്റും. അപ്പൊ അവിടെ ഏതാണോ കൺസൾട്ടൻസ് ഉള്ളത് അവരുമായിട്ട് ഇദ്ദേഹത്തെ കൺസൾട്ട് ചെയ്യിപ്പിച്ചതിന് ശേഷം എന്ത് ചെയ്യുന്നു, അഡ്മിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവിടെയുള്ള IPD രജിസ്റ്ററിലോ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ സോഫ്റ്റ്വെയർ സിസ്റ്റത്തിൽ എന്ത് ചെയ്യുന്നു, ഇദ്ദേഹത്തിന്റെ വിവരങ്ങൾ എൻറ്റർ ചെയ്യുന്നു അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യുന്നു. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? ഓക്കെ ആണ്. ആറാമത്തെ പോയിന്റ് കേട്ടോ, fill the patient's consent form and after telling them what the purpose and the meaning of the form, get it signed by the patient's relatives. ഇനി രോഗിയുടെ കൺസെന്റ് ഫോം സൈൻ ചെയ്ത് വാങ്ങിക്കുന്നു. അതാണ് അടുത്തൊരു ഇതുള്ളത്, അല്ലെ. നമുക്കറിയാം അഡ്മിറ്റ് ആകുന്ന പേഷ്യൻസിന്റെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ റിലേറ്റീവ്സിന്റെ കയ്യിൽ നിന്നോ കൺസെന്റ് ഫോം സൈൻ ചെയ്ത് വാങ്ങാറുണ്ട്. ചില പോളിസീസും പ്രൊസീജിയേഴ്സും ഒക്കെ അവിടെ എഴുതിയിട്ടുണ്ടാകും. അപ്പൊ അതിന് തയ്യാറാകുന്നു എന്ന രീതിയിലാണ് കൺസെന്റ് ഫോം സൈൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ രോഗിയുടെ പക്കൽ നിന്നും കൺസെന്റ് ഫോം സൈൻ ചെയ്ത് പൂരിപ്പിക്കുന്നു.
ഫോമിന്റെ പർപ്പസ് റിലേറ്റീവ്സിന് വിശദീകരിക്കുന്നു. അതായത് എന്തിനു വേണ്ടിയിട്ടാണ് ഈ കൺസെന്റ് ഫോം തരുന്നത്, എന്താണ് അതിന്റെ പർപ്പസ്, അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് എഴുതി പിടിപ്പിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ എന്തിലുണ്ടാവും, ഇവര് പറയും. ഓക്കെ, വാർഡിലെ ബന്ധപ്പെട്ട ആളുകൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതാണ് റിലേറ്റീവ്സിന്. എന്നിട്ട് മാത്രമാണ് അവരത് ഫിൽ ചെയ്ത് ഒപ്പിട്ട് തരിക. ഓക്കെ, അപ്പോ ഇതൊക്കെ വിശദീകരിച്ച് കൊടുത്തതിന് ശേഷം ബന്ധുക്കൾ അല്ലെങ്കിൽ പേഷ്യന്റ് എന്ത് ചെയ്യുന്നു, കൺസെന്റ് ഫോം സൈൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. Then ഏഴാമത്തെ പോയിന്റ്, send the file of patient to the corresponding ward where the medical officer has asked the patient to be shifted. അതായത് രോഗിയുടെ ഫയൽ എന്ത് ചെയ്യുന്നുണ്ട്, വാർഡിലേക്ക് അയക്കുന്നു. ഓക്കെ, അതായത് ഏത് വാർഡിലാണോ പേഷ്യന്റ് കിടക്കുന്നത് ആ വാർഡിലേക്ക് രോഗിയുടെ ഫയൽ സെൻഡ് ചെയ്യുന്നു. അതും ഡോക്ടർ നിർദ്ദേശിച്ച വാർഡിലേക്കായിരിക്കും അയക്കുന്നത്. അതായത് മെഡിക്കൽ ഓഫീസർ ആദ്യം വന്ന് എക്സാമിൻ ചെയ്യുമല്ലോ, അതിനുശേഷം ഇന്ന ഡിപ്പാർട്ട്മെന്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടാകും. അപ്പൊ ആ വാർഡിലേക്ക് എന്ത് ചെയ്യും, ഇദ്ദേഹത്തിന്റെ ഫയല് സെൻഡ് ചെയ്യുന്നതാണ്. Then last point, confirming that the file of the patient is received by the MO of the corresponding ward. ഇനി ബന്ധപ്പെട്ട വാർഡിലെ മെഡിക്കൽ ഓഫീസർ രോഗിയുടെ ഫയൽ ലഭിച്ചതായി സ്ഥിരീകരിക്കും. ഓക്കെ, അയച്ച ഫയല് മെഡിക്കൽ ഓഫീസർ എന്ത് ചെയ്യുന്നുണ്ട്, വാർഡിലെ മെഡിക്കൽ ഓഫീസർ എന്ത് ചെയ്യുന്നുണ്ട്, അത് റിസീവ് ചെയ്തതായിട്ട് സ്ഥിരീകരിക്കുന്നു, കൺഫേം ചെയ്യും. അപ്പൊ ഇത്രയുമാണ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് IPD-യിലേക്കുള്ള മിഷൻ പ്രൊസീജിയർ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ ആണ്. അപ്പൊ ഞാൻ മൈക്ക് ഓൺ ചെയ്യാം, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. ഞാൻ ഇപ്പൊ 4 ചാപ്റ്ററോളം. സൽവ പറഞ്ഞോളൂ. ആരാണ്? മെഡിക്കൽ ഓഫീസർ. ഞാൻ ഈ 4 ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് ഇമ്പോർട്ടന്റ് പോയിന്റ്സ് പറഞ്ഞു തന്നിട്ടുണ്ടോ? 4 ചാപ്റ്റർ എടുത്തില്ലേ? ഹെൽത്ത് കെയർ എടുത്തു, ക്ലാസിഫിക്കേഷൻ എടുത്തു, പിന്നെ ഔട്ട് പേഷ്യന്റ് എടുത്തു, ഇൻ പേഷ്യന്റ് എടുത്തു അല്ലേ? അപ്പൊ ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ഞാൻ അടുത്ത ക്ലാസ്സിൽ ബുധനാഴ്ച പറഞ്ഞുതരാം കേട്ടോ. അത് നമ്മൾ നീട്ടണ്ട, കാരണം ചിലപ്പോ ലാസ്റ്റ് ഒക്കെ ക്ലാസ് ചിലപ്പോ കിട്ടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ മറന്നു പോകും. അതുകൊണ്ട് പറഞ്ഞുതരാം ഇമ്പോർട്ടന്റ് പോയിന്റ്സ്. അതിനുശേഷം മൊഡ്യൂൾ 2-ലേക്ക് കിടക്കാം കേട്ടോ. ഓക്കെ, മൊഡ്യൂൾ 1 എല്ലാവരുടെയും കഴിഞ്ഞോ? മറ്റു മിസ്സുമാരുടെ കഴിഞ്ഞായിരുന്നോ? ഇല്ല, ഹോസ്പിറ്റൽ വാർഡ് മുടിയുണ്ട് ഉണ്ടല്ലേ? ബാക്കിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ബാക്കിയെല്ലാം കഴിഞ്ഞു. ഓപ്പറേഷൻ തിയേറ്റർ ഉണ്ട് കേട്ടോ. സോറി, ഓപ്പറേഷൻ തിയേറ്റർ ഉണ്ടല്ലേ? ഓക്കെ ഓക്കെ. നോക്കണമെങ്കിൽ വേറെ ഏതെങ്കിലും എനിക്ക് ഉണ്ടോ ഈ മൊഡ്യൂളില്? 4 ചാപ്റ്ററോളം ആണ് ഇത് ഉണ്ടായിരുന്നത്, അറിയാൻ കഴിഞ്ഞത്. നോക്കട്ടെ കേട്ടോ. എന്തെങ്കിലും അടുത്ത ക്ലാസ്സിൽ എടുക്കും, അല്ലെങ്കിൽ മൊഡ്യൂൾ 2-ലേക്ക് നമ്മൾ കിടക്കും. 2 മൊഡ്യൂൾ കഴിഞ്ഞിട്ട് എന്താ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പൊ ഈ ആംബുലൻസിൽ വരുന്ന എമർജൻസി പേഷ്യന്റിന് ഈ അറ്റൻഡറോ അല്ലെങ്കിൽ വാർഡ് ബോയ് ആണല്ലോ സ്ട്രെച്ചറിലേക്ക് എടുക്കുന്നത്. അവരാണല്ലേ ശരിക്കും പറഞ്ഞാല് ഈ മെഡിക്കൽ ഓഫീസറെ വിളിച്ച് ഇങ്ങനെ എമർജൻസി കേസ് വരുന്നിട്ടുണ്ടെന്ന് അറിയിക്കുന്നത്? അതെ അതെ, അതായത് ചില സമയത്ത് കോഡുകൾ ആക്ടിവേറ്റ് ചെയ്യും. കോഡ് ബ്ലൂ ഒക്കെ ഉണ്ടല്ലോ, നിങ്ങൾ ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ പഠിക്കുന്നുണ്ടാകും. കോഡ് ഉണ്ട് ചില ഹോസ്പിറ്റലുകളിൽ, ചില കോഡ് ആക്ടിവേറ്റ് ചെയ്യാറുണ്ട്. ഇപ്പൊ കോഡ് ബ്ലൂ എന്ന് പറഞ്ഞാൽ കാർഡിയാക് അറസ്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള പേഷ്യൻസിനെയാണ് കോഡ് ബ്ലൂ. അതായത് എമർജൻസി പേഷ്യന്റ് വരുന്ന സമയത്ത് ഇവര് ഐഡന്റിഫൈ ചെയ്യുമ്പോൾ ഇപ്പൊ കാർഡിയാക് അറസ്റ്റ് ആണെങ്കിൽ ഐഡന്റിഫൈ ചെയ്യുവാണെങ്കിൽ ചിലവരുടെ ബന്ധുക്കൾ പറയും ചിലപ്പോൾ കുഴഞ്ഞു വീണതാണെന്ന് പറയും. ഇനി അതില്ലാത്ത ഒരു പ്രശ്നമില്ലാത്ത ചിലപ്പോ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളൊക്കെ ആയിരിക്കും അവനെ കൊണ്ടുവരുന്നത്.
അപ്പൊ പെട്ടെന്ന് തന്നെ ഇതിന്റെ സിംറ്റം കണ്ടു കഴിഞ്ഞാൽ ഇപ്പൊ കാർഡിയക് അറസ്റ്റ് ആണെങ്കിൽ അപ്പൊ തന്നെ അതുമായി ടെലിഫോൺ ഓപ്പറേറ്റർ എന്ത് ചെയ്യും, അവിടെയുള്ള ടെലിഫോൺ ഓപ്പറേറ്റർ കോഡ് ബ്ലൂ ആക്ടിവേറ്റഡ്, കോഡ് ബ്ലൂ ആക്ടിവേറ്റഡ്, കോഡ് ബ്ലൂ ആക്ടിവേറ്റഡ് അങ്ങനെ 3 പ്രാവശ്യം വിളിച്ചു പറയും. 3 പ്രാവശ്യം വിളിച്ച് പറയുമ്പോൾ അതുമായി ബന്ധപ്പെട്ടത് കാർഡിയാക് ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള ഡോക്ടേഴ്സ്, അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന നഴ്സുമാര്, എമർജൻസി ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് ഒക്കെ രോഗിയുടെ അടുത്തെത്തും. ഓക്കെ, അപ്പൊ ഇത്തരത്തില് പലതരത്തില് കോഡുകൾ ആക്ടിവേറ്റ് ചെയ്യാറുണ്ട്. ഇപ്പൊ പീഡിയാട്രിക്സ് എന്താ പറയാ, കുഞ്ഞിനെ കാണാനില്ല, ആശുപത്രി വാർഡിലൊക്കെ കുഞ്ഞിനെ കാണാനില്ല, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവാറില്ലേ, മിസ്സിംഗ് ആവാറില്ലേ കുഞ്ഞുങ്ങള്. അപ്പൊ അങ്ങനെയുള്ള സമയത്തൊക്കെയാണ് ഈ കോഡുകൾ ആക്ടിവേറ്റ് ചെയ്യുന്നത്. പിന്നെ എന്താ പറയാ, മിസ്ബിഹേവ് ചെയ്യുന്നു, അതായത് ചില പേഷ്യൻസ് എന്ത് ചെയ്യാറുണ്ട്, ഭയങ്കരമായിട്ട് ഒരു ക്രൂരമായിട്ടുള്ള രീതിയിലൊക്കെ പെരുമാറാറില്ലേ, ആയുധങ്ങളൊക്കെ ഉപയോഗിച്ച് തോക്കൊക്കെ എടുത്ത് കത്തിയൊക്കെ എടുത്ത് അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട് ചില സമയത്ത്. അപ്പൊ അതിന് വേണ്ടി എന്ത് ചെയ്യാറുണ്ട്, കോഡുകൾ ആക്ടിവേറ്റ് ചെയ്യാറുണ്ട്. പിന്നെ ഡിസാസ്റ്റർ സമയത്ത്, ഇപ്പൊ പ്രകൃതിക്ഷോഭം ഉണ്ടാകുന്ന സമയത്ത്, വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന സമയത്തൊക്കെ മാസ് കാഷ്വാലിറ്റി സംഭവിച്ച ആളുകളെ കൊണ്ടുവരുവാണ്, അങ്ങനെയുള്ള സമയത്തും കോഡുകൾ ആക്ടിവേറ്റ് ചെയ്യും. അപ്പൊ ഇത്തരത്തിലുള്ള കോഡുകളൊക്കെ ആക്ടിവേറ്റ് ചെയ്യും. അപ്പൊ ഇവിടെ ഉണ്ടാകും വാർഡ് ബോയ്സ് അല്ലെങ്കിൽ അച്ഛന്മാർ എന്തായാലും ഫ്രണ്ടിൽ തന്നെ നിൽക്കുന്നുണ്ടാവും, ആ ഒരു ഏരിയയിൽ അവരുണ്ടാകും. അപ്പൊ അവരാണ് വന്ന് ഐഡന്റിഫൈ ചെയ്യുന്നത്. പിന്നീടാണ് മെഡിക്കൽ ഓഫീസറെ വിളിച്ചു വരുത്തുന്നത് കേട്ടോ. ഓക്കെ, അപ്പോ ഡൗട്ട് ഒന്നും ഇല്ലല്ലോ ഇനി? വേറെ ധാരാളം കോഡുകൾ ഉണ്ട്. അത് നമുക്ക് ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഉണ്ട്. ഞാനാണ് എടുക്കുന്നതിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ വൈൻഡപ്പ് ചെയ്തോട്ടെ എന്നാ. താങ്ക് യു. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പുതിയ ചാപ്റ്റർ എടുക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച്. എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ എന്നോട് പറയണം കേട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച്. Thank you.